സബ്ജക്റ്റോട് കാണുക. എല്ലാം കൊണ്ടും നല്ലൊരു പടമാണ്. കമലഹാസൻ താമസം എല്ലാവരും റണ്ണ ചെയ്തിട്ടുണ്ട്. എല്ലാവരും റണ്ണ ചെയ്തിട്ടുണ്ട്. ഗാങ്സ്റ്റർ മൂവിയാണ്. നായകൻ്റെ അത്രയും വരില്ല, അത് നല്ല പടമാണ്. മണിയപ്പൻ താമസത്തിൽ എല്ലാം കൊണ്ടാണ് മൂവി. നല്ലൊരു എൻ്റർടൈനറാണ്. കമലഹാസൻ താമസിൻ്റെ ഒരു റിവെഞ്ച് ബിട്രയൽ ഫിലിമാണ്. ആക്ഷൻ നന്നായിട്ടുണ്ട്, സെൻറ്റിമെൻറ്റ്സ് നന്നായിട്ടുണ്ട്. പിന്നെ എല്ലാം കൊണ്ടും നല്ല മൂവിയാണ്. കമലഹാസൻ താമസിൻ്റെ യാതൊരു ലാഗും ഇല്ല. തമിഴ് അറിയാത്തവർ സബ്ജക്റ്റിലൂടെ കാണുക. എല്ലാവരും പ്രോബ്ലം എല്ലാം കൊണ്ട് നല്ലൊരു ചിമ്പു എനർജിയുണ്ട്. എല്ലാവരും എനർജിയുണ്ട്. ബിട്രയൽ റിവെഞ്ച് ഫിലിമാണ്. ആക്ഷൻ സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഈ ഇൻറ്റിമേറ്റ് വയലൻസ് ആവശ്യത്തിനേ ഉള്ളൂ. ഇൻറ്റിമേറ്റ് സീൻസ് ഒന്നും പറയാൻ അങ്ങനൊന്നും ഇല്ല. എല്ലാം കൊണ്ടും പക്ക കമലഹാസമാണ്. ഇമോഷൻ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. കമലഹാസൻ ആക്ഷൻ നന്നായിട്ടുണ്ട്. നല്ലൊരു എൻ്റർടൈനർ. പ്രൈമായിട്ട് മ്യൂസിക് കുഴപ്പമില്ല. നമ്മളാണ് സ്ക്രിപ്റ്റ് നല്ലതാണ്, സ്റ്റോറി നല്ലതാണ്, അങ്ങനത്തെ ഡയറക്ഷൻ നല്ലതാണ്. നായകൻ്റെ അത്ര വരില്ല. എല്ലാം കൊണ്ട് നല്ലൊരു എൻ്റർടൈനറാണ്. നന്നായിട്ട് കാണാം. പക്ഷേ നമ്മുടെ കമ്പാരിസൺ വരുമ്പം പഴയ ഒരു നായകനായിട്ട് വരുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. നല്ല ബേസ് ചെയ്യുന്നത് കമലഹാസൻ അടിപൊളി, ജോജു അടിപൊളി, ചിമ്പു അത്ര ശരിയായിട്ടില്ല. ചിമ്പു കമലഹാസൻ ഇച്ചിരി പാത്രമാണ്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. വൺ ടൈം എന്ന് വെച്ചാൽ ടെക്നിക്കൽ വരുന്നു വിഷ്വലായിട്ട് കാണാൻ, തിയേറ്ററിൽ തന്നെ കാണാൻ നല്ല പടം. മ്യൂസിക്കൊക്കെ നമ്മുടെ ടെക്നീഷ്യൻസ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ടെക്നീഷ്യൻസിൻ്റെ പടമാണ്. അവരെല്ലാം അവരുടെ പണി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കേട്ടോ അപ്പുറം പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാം കൊണ്ടും ട്രെയിലർ കാണിച്ചു കൊടുക്കുന്ന സിനിമ. പിന്നെ ഒരു എന്താ പറയുക, നമ്മൾ കുറച്ച് കാലം മുമ്പ് ഇറക്കേണ്ട ഒരു സ്റ്റോറിയാണ്. ഒരു പഴയ ഒരു കൈൻഡ് ഓഫ് സ്റ്റോറി കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. നല്ല വാച്ചബിളാണ്. എല്ലാവരും പെർഫോമൻസ് അടിപൊളിയാണ്. ചിമ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മ്യൂസിക് ആക്ഷൻ സീനുകളൊക്കെയാണ് തിയേറ്റർ മസ്റ്റ് വാച്ച് തന്നെ പറയാൻ പറ്റും. തിയേറ്റർ മസ്റ്റ് വാച്ച് എന്ന് തന്നെ പറയാൻ പറ്റും. തിയേറ്റർ മസ്റ്റ് വാച്ച് തന്നെയാണെന്ന് പറയാൻ പറ്റും. ചിമ്പു ഇനി തമിഴിൻ്റെ അടുത്ത ഒരു സ്റ്റാർ ആവാൻ സാധ്യതയാണ്. കാരണം ചിമ്പുവിൻ്റെ ഒരു കമ്പാക്കായിട്ടാണ് സിനിമ. നായകനേക്കാട്ടും വില്ലന് പ്രാധാന്യം ഉണ്ടെന്നല്ല ഇത് ആ കഥ പറഞ്ഞു പോകുന്ന രീതി അങ്ങനെയാണ് ആ സിനിമ പോകാൻ പറ്റുള്ളൂ. നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. സിനിമ തുടക്കം തന്നെ മനസ്സിലാവും ഈ ക്യാരക്ടർ ചിമ്പു എന്ന വില്ലൻ തന്നെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതങ്ങനെയാണ് സിനിമ മേക്ക് ചെയ്ത് പോയിരിക്കുന്നത്. ഇതിൻ്റെ രവി കെ ചന്ദ്രൻ എന്ന് പറയുന്ന ക്യാമറമാൻ ഒരു രക്ഷയില്ല. അടിപൊളി ഫ്രെയിമാണ്. ഇതിൻ്റെ ഡയറക്ഷൻ ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ഇമോഷണൽ കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിനേക്കാളും. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇമോഷണൽ കൂടുതലും വർക്കൗട്ട് ആയിട്ടുണ്ട്. ലാസ്റ്റൊക്കെ എനിക്ക് കണ്ണു നിറഞ്ഞു പോയി. പിന്നെ ഫൈറ്റ് കമലഹാസന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പുള്ളി മനോഹരമായിട്ട് ചെയ്തു. പിന്നെ AR റഹ്മാൻ മ്യൂസിക്കിൽ അറിയാം. അപ്പോൾ പുള്ളി കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പുള്ളി കമലഹാസൻ വരുമ്പോഴേ ഒരു എനർജിയാണ്. സിംബു പുള്ളിയുടെ ഒപ്പം പിടിച്ചിട്ടുണ്ട്. കമൽഹാസൻ്റെ ഒപ്പം തന്നെ ഒരു ഇതുമില്ലാണ്ട് പിടിച്ചിട്ടുണ്ട്. ജോജി ജോർജൊക്കെ വിടലിനൊക്കെ ആര് അഭിനയത്തിൻ്റെ രീതിയിൽ ഒന്നും പറയാനില്ല, കുറ്റമായിട്ട് ഒന്നും പറയാനില്ല. എല്ലാവരും അവരുടെ രീതിയിൽ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. എല്ലാം ഒരു നല്ല പടം, നല്ലോണം ചെയ്തിട്ടുണ്ട്. പടം നല്ല ഫസ്റ്റ് ഹാഫ് നല്ല സ്പീഡായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗുണ്ട്. നമുക്ക് കമൽഹാസൻ്റെ ഒരു 3 ഫേസ് കാണാൻ പറ്റും. ഒരു യങ്സ്റ്ററായിട്ടുള്ള ഒരു അടിപൊളിയാണ്. പിന്നെ ഒരു മിഡിൽ ഏജ് ഫൈനൽ ഭയങ്കര പെർഫോമൻസ് ആണ്. 3 കോമ്പോയും അടിപൊളി. സിംബു ആൻഡ് ജോജി 3 പകർത്തി രക്ഷയില്ല. ചില ഡയലോഗ്സ് പൊളിയാണ്. മാസ് ഡയലോഗ് മലയാളത്തിലൊക്കെ നല്ല അടിപൊളി കണ്ടൻകാച്ച് ഡയലോഗ്സ് ഉണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഫൈനൽ ഒരു എൻഡിങ് നമുക്ക് അത്ര ഒരുപാട് സസ്പെൻസ് ഒന്നുമില്ല. ബട്ട് നല്ലൊരു ഫ്ലോ ആണ് മൂവി. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയാണ്. റിയലി എൻജോയ്ഡ്. നല്ലൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആണ്.